ആയിരക്കണക്കിന് സ്ത്രീകൾ ഇവിടെ കഴിഞ്ഞ 6 ദിവസമായിരിക്കുമ്പോൾ 6ാമത്തെ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. പക്ഷേ അതിനെ നമ്മൾ അത് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവരവിടെ വിളിച്ചു ചേർത്തിട്ട് ഈ 6 ദിവസം ഇവിടെ ഇരിക്കുക മാത്രമല്ല, ഇതിനു മുൻപ് ഓഗസ്റ്റ് 16 മുതൽ ഈ വിഷയത്തിലുള്ള നിവേദനങ്ങൾ നമ്മൾ കൊടുക്കുന്നു. 2022 മാർച്ച് 2-ന് വിരമിക്കൽ ഉത്തരവ് വന്ന ആ ദിവസം മുതൽ വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യമന്ത്രിക്കും NHM ഡയറക്ടറേറ്റിലും അടക്കം വിവിധ തലങ്ങളിൽ നമ്മൾ നിവേദനങ്ങൾ കൊടുത്തത് ചർച്ച ചെയ്യണം, പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതിനകത്ത് യാതൊരു തരത്തിലുമുള്ള ഒരു ഗൗരവമായ സമീപനം അവർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് നടന്ന ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യാതൊരു കാര്യത്തിലും ഒരു തീരുമാനമില്ലാതെയാണ് അവർ നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അവരുടെ ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ, സമരം നടത്തി നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകണം എന്ന് അവർ വളരെ വളരെ മര്യാദയോടുകൂടി നമ്മൾ ആവശ്യപ്പെടുകയാണ്. സമരം പിരിഞ്ഞു, പക്ഷെ ഒരു ഡിമാൻഡും ചർച്ച ചെയ്യില്ല. ഒരു ഡിമാൻഡും ചർച്ച അതിനകത്തൊരു പരിഹാരം കാണാൻ അവരൊരു നിർദ്ദേശം വെച്ചിട്ടല്ല സമരസമിതിയെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഇതിനു മുൻപായിട്ട് ഒരു ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് നമ്മളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനമേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അവർ ആകെ പറഞ്ഞത് ഇവിടുത്തെ കേരളത്തിലെ സർക്കാരിന്റെ ധനകാര്യ വിഷയത്തിലുള്ള അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചാണ് പറയുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് ബോധ്യപ്പെടുത്താനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ആശമാർക്ക് ഓണറേറിയം നൽകുന്നതിൽ ഇത്ര കാലതാമസം വരുന്നത് എന്നുള്ളതാണ് അവർ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് ഈ മാർച്ച് 2 ആകുമ്പോൾ 3 വർഷമാകാൻ പോവുകയാണ്. അപ്പൊ 27,000-ഓളം വരുന്ന സ്ത്രീകള് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് എന്തൊരു സമീപനമാണ് അവർ എടുത്തിരിക്കുന്നത്. നമ്മളെ ഇന്ന് 6ാമത്തെ ദിവസം ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അത് ധനകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് ധനകാര്യ വകുപ്പുമായി ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനിക്കാൻ കഴിയും. ഞങ്ങൾ ചോദിച്ചു, പിന്നെ എന്തിനാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്? ഞങ്ങൾ 6 ദിവസം ഇവിടെ ഇരുന്നിട്ട് 6ാമത്തെ ദിവസം വിളിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്ന് നമ്മൾ അവരോട് പറഞ്ഞു. അപ്പൊ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഈ സമരവും ഒന്ന് നിർത്തി പോകണമെന്ന്. നമ്മൾ പറഞ്ഞു പോകില്ല, ഒരു തീരുമാനം അറിയിക്കുക, അതിനുശേഷം ഞങ്ങൾ പൊക്കളാം. മന്ത്രി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉറപ്പ് തന്നിരുന്നുവെങ്കിൽ, കാതലായ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ആശാ സഹോദരിമാരോട് പറയുമായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു ഉറപ്പും കിട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ അസന്നിഗ്ധമായി നമ്മുടെ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അതല്ല എങ്കിൽ അടിയന്തരമായി ധനകാര്യമന്ത്രിയെയും ധനകാര്യ വകുപ്പിനെയും ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ ഇടയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നെത്തിച്ച് ചർച്ച ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളെ തീരുമാനം അറിയിക്കും. ഞങ്ങളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കൂ, ഞങ്ങൾ അപ്പോൾ തീരുമാനിക്കാം എന്താണ് വേണ്ടതെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഈ 27,000-ഓളം വരുന്ന സ്ത്രീകളുടെ വിഷയത്തിൽ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് നമ്മുടെ ആരോഗ്യവകുപ്പും അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. അവർ 2022 മാർച്ച് 2-ന് കൊണ്ടുവന്ന ഉത്തരവിനെ കുറിച്ച്, ആശാവർക്കർമാരെ പിരിച്ചുവിടുന്ന ഉത്തരവിനെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ എങ്ങനെയാണോ ആശാവർക്കർമാരെ എടുത്തപ്പോൾ പ്രായപരിധിയില്ല, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന അത്രയും കാലം ജോലി ചെയ്യാം, അപ്പൊ അവരെങ്ങനെ ചെയ്തോട്ടെ, പ്രശ്നമില്ല. പക്ഷേ ആരോഗ്യ കാരണങ്ങളാൽ 60 വയസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ആശാവർക്കർമാർക്ക് എന്താണ് കൊടുത്തുവിടാനുള്ളത്? അവർ എങ്ങനെയാണ് പിരിഞ്ഞു പോകേണ്ടുന്നത്? ആ വിഷയത്തിൽ എന്ത് തീരുമാനമാണ് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറയുവാനില്ല. അപ്പൊ ആ വിഷയം തീരുമാനിക്കണം. ആശാവർക്കർമാരുടെ വിരമിക്കൽ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കണം. കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുമ്പോൾ 60 വയസ്സോ 62 വയസ്സോ എന്ന് തീരുമാനിക്കുകയല്ല വേണ്ടുന്നത്. ആശാവർക്കർമാർ ഇവിടെ സേവനം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമിൽപ്പെട്ടവരാണെങ്കിലും സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സേവനം ചെയ്യുന്നത്. ഈ കേരളത്തിലെ സർക്കാർ സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സേവനം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനമാണ്, സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. പല വിഷയങ്ങളിലും ഇതിനകം പല സംസ്ഥാന സർക്കാരുകളും തീരുമാനമെടുത്തിട്ടുണ്ട്. 2020 മുതൽ പശ്ചിമ ബംഗാളിൽ വിരമിക്കുന്ന ആശമാർക്ക് 3 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. 2024 ആ ഓർഡർ പുതുക്കി വന്നപ്പോൾ ജൂൺ മാസമാണ് പുതുക്കിയത്. പക്ഷേ 2024 ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തോടെ കൊടുക്കുവാൻ പശ്ചിമ ബംഗാൾ ഗവൺമെന്റിന് കഴിയുന്നുണ്ടെങ്കിൽ ഇവർ 5 ലക്ഷം രൂപയായി കൊടുക്കാൻ പശ്ചിമ ബംഗാൾ ഗവൺമെന്റിന് കഴിയുന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണെങ്കിലും സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം.
സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം. 2 ലക്ഷം രൂപ അവിടെ ജോലിക്കിടയിൽ അപകടം പറ്റുന്ന ആശമാർക്ക് പശ്ചിമ ബംഗാളിൽ കൊടുക്കുന്നുണ്ട്. നമ്മളത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പറയുകയാണ്, കേരളത്തിലെ ആശമാരെ എല്ലാം ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് ഇൻഷുറൻസ് ആണ്? ഇവിടെ എല്ലാ ജനങ്ങൾക്കും കിട്ടുന്ന ഒരു RBYS എന്ന് പറയുന്ന ഇൻഷുറൻസിൽ അതിലും സാമ്പത്തിക ക്രൈറ്റീരിയ ആണ്. അപ്പോ ആ ക്രൈറ്റീരിയയിൽ ഉൾപ്പെടാത്തവർ അവർക്ക് എന്ത് ഇൻഷുറൻസ് ആണ് കിട്ടുന്നത്? നമ്മൾ പറഞ്ഞു അങ്ങനെയല്ല വേണ്ടുന്നത്. ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർക്കായി പ്രത്യേകമായ ഇൻഷുറൻസ് ഏർപ്പെടുത്തും. നിങ്ങൾ പ്രത്യേകമായ ഇൻഷുറൻസ് ഏർപ്പെടും. ജനറൽ ഇൻഷുറൻസിലല്ല ആശാ വർക്കർമാരെ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഉയർത്തുന്നത് എത്രയോ ഗൗരവമായ ഒരു വിഷയമാണ്. ഇവിടെ 27,000-ഓളം വരുന്ന സ്ത്രീകൾ ഈ പൊരിവെയിലത്ത് നടന്ന് നട്ടലൊടിഞ്ഞ് കയ്യും കാലും അനക്കാൻ പറ്റാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരോട് നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഈ വെയിലത്ത് 2:30-3 മണി സമയത്ത് ഇവിടുത്തെ വെയിൽ എന്ന് പറയുന്നത് തൊലി കരിഞ്ഞു പോകുന്ന വെയിലാണ്. ആ വെയിലത്തും ഇവിടുന്ന് എഴുന്നേക്കാതെ ഈ ആശാ സഹോദരിമാർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇവിടെ വന്നത്? അവരുടെ ജീവിത പ്രാരാബ്ധങ്ങൾ അവരെ ഇവിടെ നിന്ന് പിന്മാറാൻ അനുവദിക്കുന്നില്ല. ഈ ജീവിത പ്രാരാബ്ധങ്ങളുമായി ഇനി കടന്നു പോകാൻ അവർക്ക് കഴിയില്ല. 62 വയസ്സിൽ വിരമിക്കുമ്പോൾ എന്താണ് ഇവിടെ സ്വന്തം രക്ഷകർത്താക്കളെ നോക്കാൻ പറ്റാതെ ആ പ്രതിബദ്ധതയില്ലാതെ മക്കൾ ചുട്ടുകൊല്ലുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 62 വയസ്സ് തികയുന്നതിന് പിറ്റേ ദിവസം മുതൽ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന തുച്ഛമായ വരുമാനം പോലും ഇല്ലാതെ ഒരു ആശാവർക്കർ പോവുകയാണ് അവരുടെ ജീവിതത്തിലേക്ക്. ഒരുപക്ഷെ കയറി കിടക്കാൻ ഒരു കൂര ഉണ്ടാവില്ല. ജീവിതത്തിലെ ഏക അത്താണി ഈ കിട്ടുന്ന 7,000 രൂപയായിരിക്കും. അത് നഷ്ടപ്പെട്ടിട്ട് ഒരു 5 പൈസ പോലും സാമ്പത്തിക സഹായമില്ലാതെ എവിടേക്കാണ് പോകേണ്ടത്? അതിനൊരു ഉത്തരം പറയണ്ടേ? ആ ഉത്തരം തേടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊരു തീരുമാനം അറിഞ്ഞിട്ട് ഇതേതെങ്കിലും ഒരു സംഘടനയുടെ സമരമല്ല. ഈ കേരളത്തിലെ 27,000-ഓളം വരുന്ന ആശാവർക്കർമാരുടെ സമരമാണ്. അവരുടെ കുടുംബാംഗങ്ങളുടെ സമരമാണ്. ഈ വിഷയത്തിൽ ഈ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും ഇവിടെ വരും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അത്തരത്തിൽ ന്യായയുക്തമാണ് ഈ സമരം. ഈ സമരത്തെ അതിന്റെ ഡിമാൻഡുകൾ എന്താണെന്ന് പരിശോധിച്ച് ചെയ്യുവാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യുവാൻ ഈ മന്ത്രിസഭയിൽ തീരുമാനമെടുക്കണം. ആരോഗ്യവകുപ്പ് മാത്രമല്ല, മന്ത്രിസഭ തീരുമാനമെടുക്കണം. അതുകൊണ്ട് നമ്മൾ 20-ാം തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന ആശാവർക്കർമാരുടെ മഹാസംഗമം കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരും. അതാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റെസ്പോൺസ്. അവർക്ക് ഇവിടേക്ക് വരുവാൻ വണ്ടിക്കൂലിക്ക്, ട്രെയിൻ കൂലിക്ക് പൈസ ഇല്ലാത്തതാണ് പലരുടെയും ബുദ്ധിമുട്ട്. കരഞ്ഞുകൊണ്ടാണ് മെസ്സേജ് ഇടുന്നത്, ഞങ്ങൾക്ക് അവിടേക്ക് വരണമെന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒരു 100, 200, 300 രൂപ എടുക്കാനില്ല. ഇന്നിവിടെ വന്ന പലർക്കും തിരിച്ചു പോകുവാൻ വണ്ടിക്കൂലിയില്ല, തിരിച്ചു പോകേണ്ടുന്നവർക്ക്. അപ്പൊ അത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളാണ്. പക്ഷേ എങ്കിലും ഇവിടെ വരും. കേരളത്തിലെ 27,000-ഓളം വരുന്ന ആശാവർക്കർമാർ ഇവിടെ വരും. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ആരോഗ്യമന്ത്രിയും ധനവകുപ്പും തീരുമാനമെടുക്കും. അതിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.